ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ കണ്ടിരുന്ന 11 കേബിൾസും ഇവിടെ കണക്റ്റഡ് ആണ്. അതായത് 3 ഫേസിൻ്റെ 3 കേബിളുകൾ വഴി 9 കേബിൾസും പിന്നെ ന്യൂട്രലിൻ്റെ 2 കേബിളും, അങ്ങനെ 11 കേബിൾസാണ് ഇതിന് ഇൻകമറിൽ കണക്റ്റഡ് ആയിട്ടുള്ളത്. AC ബോർഡ് തൊട്ട് മുകളിലായിട്ട് ഇൻഡിക്കേഷൻസ് ലൈറ്റ് ഉണ്ട്, നിയോൺ ലൈറ്റ്സ് ഉണ്ട്. ഫേസിൻ്റെ ഇൻഡിക്കേഷൻസ് അറിയാൻ, അതുപോലെ തന്നെ ബ്രേക്കർ ഓൺ ഓഫ് ട്രിപ്പ് കണ്ടീഷൻസ് ഒക്കെ അറിയാനും. പിന്നെ തൊട്ട് മുകളിലായിട്ട് മീറ്റേഴ്സ് ഉണ്ട്. മുകളിൽ നിന്ന് കാണാൻ പറ്റും വോൾട്ട് മീറ്റർ. ഇത് വോൾട്ട് മീറ്ററിൻ്റെ സെലക്റ്റഡ് സ്വിച്ചാണ്. അത് ഒരു വോൾട്ട് മീറ്ററേ ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ നമുക്ക് ഓരോ ഫേസുകളും ന്യൂട്രലിന് ഇടയ്ക്കുള്ള വോൾട്ടേജ്, അതുപോലെ തന്നെ 2 ഫേസുകൾക്ക് ഇടയിലുള്ള വോൾട്ടേജും അറിയാൻ പറ്റും. അതിന് ഈ സെലക്ടർ സ്വിച്ച് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ 3 അമ്മീറ്റേഴ്സ് ഉണ്ട്, 3 ഫേസിൻ്റെയും കറണ്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒരു ഡിജിറ്റൽ മീറ്റർ ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വരുന്നതാണ് കിലോ വാട്ടർ മീറ്റർ, അതായത് എനർജി മീറ്റർ. എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് മീറ്ററിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു.